വന്യജീവി ആക്രമണത്തെ പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചതായി വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. കോട്ടക്കലിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അതിൻ്റെ മൊഡാലിറ്റീസ് എന്തായാലും ദുരന്തമായി പ്രഖ്യാപിച്ചാൽ നമുക്ക് കാശില്ലാത്ത പ്രശ്നം, ദുരന്ത നിവാരണത്തിന് വേണ്ടിയുള്ള കാശൊന്നും ഫണ്ടിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കൽ രണ്ടാമത്തെ കാര്യമാണല്ലോ. ചില ഘട്ടങ്ങളിൽ ഫണ്ടിൻ്റെ ലഭ്യത ഇല്ലായ്മ വല്ലാതെ ബുദ്ധിമുട്ടിച്ചതെന്നല്ലോ. ആ ലഭ്യത ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി ചെയ്യാൻ ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് വലിയ അധികാരങ്ങളാണുള്ളത്. അപ്പോൾ അധികാരങ്ങൾ മുഴുവൻ നമുക്ക് ഈ കാര്യം പരിഹരിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. വേണ്ട, കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം ആവശ്യമില്ല, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നിയമോപദേശം തേടിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ ആക്രമണം പല തരമുണ്ടല്ലോ, ഈ പരുക്കേറ്റ് കഴിഞ്ഞാലും ഇത് ദുരന്തമായിട്ട് വരുമോ, പരിഗണിക്കാം? നമ്മൾ മറ്റു ദുരന്തങ്ങളിൽ പരിക്കേറ്റവരെയും പരിഗണിക്കുന്നില്ലേ? അതുണ്ടല്ലോ. അല്ല, ഇതിപ്പോൾ ഒരു പുതിയ തീരുമാനം, ആ തീരുമാനത്തിൽ ഇതൊക്കെ ചേർക്കണത് നമ്മൾ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. എന്തായാലും ഇതാണ് ഒരു വലിയ നിർണായകമായ തീരുമാനം. ഈ തീരുമാനത്തോടു കൂടി നമ്മൾ നേരിടുന്ന നിയമപ്രശ്നങ്ങളിൽ പലതിൽ നിന്നും, നിയമക്കുരുക്കുകളിൽ പലതിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കാനുള്ള സാഹചര്യമാണ് ഒരുങ്ങി വന്നിട്ടുള്ളത്. വന്യജീവികളെ വെടിവെച്ചുകൊള്ളുന്നതിന് നിയമതടസ്സങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇത്തരത്തിൽ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് മറികടക്കാൻ സാധിക്കും? അല്ല, അതാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ടല്ലോ. ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇതിനെല്ലാം അധികാരമുണ്ട്. വന്യജീവി ആക്രമണത്തെ പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചതായി വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. കോട്ടക്കലിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിലൂടെ വന്യജീവികളെ വെടിവെച്ചുകൊല്ലുന്നടക്കമുള്ള നിയമ തടസ്സങ്ങൾ മറികടക്കാൻ കഴിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ദുരന്തമായി പ്രഖ്യാപിച്ചാൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര അനുമതി വേണ്ടെന്നും നിയമ ഉപദേശം തേടിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ UDF രാഷ്ട്രീയം കളിക്കുകയാണ്. ഇന്നും ഇന്നലെയുമായി ചില നേതാക്കൾ അജണ്ട വ്യക്തമാക്കിയിട്ടുണ്ട്. വനം വകുപ്പ് മന്ത്രി രാജിവെക്കണം എന്നാണ് ഇവർ പറയുന്നത്. വന്യജീവി ആക്രമണം വർദ്ധിക്കാനുള്ള പ്രധാന കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ്. വന്യമൃഗങ്ങൾക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കൾ വനത്തിനുള്ളിൽ തന്നെ വെച്ചുപിടിക്കാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്നും വയനാട്ടിൽ 100 കണക്കിന് ഹെക്ടറിൽ മഞ്ഞക്കൊന്ന വെട്ടിമാറ്റി അവിടെ സ്വാഭാവിക വനം വെച്ചുപിടിക്കാൻ ശ്രമം നടക്കുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, pride of generations. India, Oman.